ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് വൈകിയിട്ടുണ്ട് വീഡിയോ ഇടാൻ. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ നാത്തൂൻ്റെ മോളെ കല്യാണമായിരുന്നു. കുറച്ച് മുന്നേ നിക്കാഹ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണം വീട്ടിലെത്തി ഞങ്ങൾ ഫുഡടിയൊക്കെ കഴിഞ്ഞതാണ് നേരെ സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഉമ്മയും മൂത്തച്ചികളും ഇളയച്ചിയൊക്കെയാണ് കേട്ടോ, അത് നാത്തൂനും. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞേക്കുന്നത് നമ്മളെ മക്കൾസ് കയറി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ അമ്മക്ക് 8 മക്കളാണ് കേട്ടോ, 6 ആണും 2 പെണ്ണും. അപ്പോൾ അതിൽ ഒരാൾ ഇവിടെ അല്ല കേട്ടോ, ചെറിയ ആൾ നാട്ടിലില്ല. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഫാമിലി ഫോട്ടോ എല്ലാം സെറ്റാക്കി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പുതിയാപ്പിള എത്തിയിട്ടുണ്ട്. പിന്നെ നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് പുതിയെണ്ണ് മാറ്റിയൊക്കെ റെഡി ആയിട്ടാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിക്കാഹൊക്കെ ആകുമ്പോഴാണ് കുറച്ച് വൈകുക മാറ്റിക്കാനും ഇതിനൊക്കെ. അപ്പോൾ അവർ കൊടുത്തയച്ച ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് തന്നെ കേട്ടോ പുതിയെണ്ണൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പുതിയെണ്ണിനേറ്റ് ഉപ്പയും ഉമ്മയും അനിയത്തിമാരും കൂടി വരികയാണ് കേട്ടോ, സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ നാത്തൂന് 4 കുട്ടികളാണ് കേട്ടോ, 4 മക്കളാണ്. അപ്പോൾ അതിൽ 4 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത മോളാണ് കേട്ടത്. അപ്പോൾ ഇതാ ഉപ്പ ആണ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത്, നാത്തൂൻ. അപ്പോൾ എല്ലാവരും നല്ല മെറൂൺ ഡ്രസ്സാണ് കേട്ടോ, ഒക്കെ ഡ്രസ് കോഡായിരുന്നു. നമ്മൾ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അവരെല്ലാവരും മെറൂൺ ആയിട്ടുള്ള നല്ല അടിപൊളി കളർ കേട്ടോ, രസമുണ്ടായിരുന്നു. നല്ല ഒരു പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ എന്താ മോളെ കയ്യിൽ പിടിച്ചിപ്പോൾ നിൽക്കുകയാണ് കേട്ടോ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ അവരിതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ, ഫോട്ടോ എടുക്കുക, എല്ലാവരും ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ. ഇതിപ്പോൾ നാത്തൂൻ്റെ ഫാമിലിയാണ് കേട്ടോ, അവിടുത്തെ നാത്തൂനെ കല്യാണം കഴിച്ച് വിട്ട അവിടുത്തെ ഫാമിലിയാണ്. നല്ല ബിഗ് ഫാമിലിയാണ് കേട്ടോ അവരും. നമ്മളെ ഫാമിലിയും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒരു കല്യാണത്തിനുള്ള ആളുണ്ടാവും, നമ്മളിത് എല്ലാവരും പാടെ കൂടിയാൽ കേട്ടോ. അപ്പോൾ ഇതാ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ. ഇത് സംഭവം ഇവിടുത്തെ നാത്തൂനും എൻ്റെ മൂത്തച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും എന്ന് പറഞ്ഞൊരു കല്യാണമായിരുന്നു കേട്ടോ അവരത്. അങ്ങനത്തെ ആ ഒരു കല്യാണമാണ്. ഇവിടുത്തെ നാത്തൂനാണ് ഞങ്ങളവിടുത്തെ മൂത്തച്ചീൻ്റെ നാത്തൂനാണ് അവരവിടുത്തെ മരുമോൾ കേട്ടോ. അപ്പോൾ ഇരട്ടകളായിരുന്നു അവർ, 2 പേരും ഇരട്ടകളാണ്. അങ്ങനെ അവിടുത്തെ കല്യാണം കഴിഞ്ഞ് പുതിയെണ്ണ് പോയിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അതിൻ്റെ പിറ്റേ ദിവസവും പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ പോയി പകുതി വഴിയിലെത്തിയതും വണ്ടി പണി പറ്റിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൽക്കാരം കൂടാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ വീട് കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറുക്കനും പെണ്ണും മറുത്ത് നിൽക്കുന്നുണ്ട്, കൈപ്പിടിച്ച് കയറ്റണ്ടേ ഉമ്മമാർ. അപ്പോൾ ആ ഇറങ്ങി വരുന്നതാണ് പുതിയാപ്പിളിൻ്റെ ഉമ്മ കേട്ടോ. ഈ പോകുന്നതാണ് ഉപ്പ. അങ്ങനെ ഇതാ മരുമോളെ കൈ പിടിച്ച് വലത് കാല് വെച്ച് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ആ ഒരു സന്തോഷം ഒരു പറഞ്ഞെടുക്കാൻ പറ്റാത്തൊരു സന്തോഷമാണല്ലേ. ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷം ഉണ്ടാവും, കൂടെ തന്നെ സങ്കടവും ഉണ്ടാവും, നെഞ്ചെടുപ്പൊക്കെ ഉണ്ടാവും. ഫസ്റ്റായിട്ട് നമ്മൾ അറിയാത്ത നാടും അറിയാത്ത വീടും അറിയാത്ത ആളുകളും എല്ലാവരും എന്തോ ഒക്കെ ഒരു മനസ്സിലേക്ക് ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടായി. പുതിയെണ്ണ് കരച്ചിലായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴൊക്കെ നല്ല കരച്ചിലായിരുന്നു കൂട്ടി. അങ്ങനെ ഇതാ അവരെ മണിയറ കേട്ടോ. മണിയറ ഇപ്പോൾ അധികം ആരും ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാറില്ല. ഇതൊരു അടിപൊളി ഡെക്കറേഷനായിട്ട് പഴയ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇളയിച്ചാണെങ്കിൽ പുതിയ മണിയറ കണ്ടിട്ട് നോക്കിയിട്ട് അവൾക്ക് മതിയാവണില്ല. അപ്പോൾ അവിടെ തന്നെ നിൽക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നതും നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല കോഫിയും സാൻഡ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്ന് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കാറിൻ്റെ മുന്നിൽ തന്നെ ഒരാൾ കാറ് കൊടുത്ത് ലോക്ക് ചെയ്തിട്ട് അവരെങ്ങോട്ടോ പോയിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തങ്ങി. അതിന് ശേഷമാണ് ഞങ്ങളിതാ വണ്ടി എടുത്ത് വന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ഞങ്ങളാണ് ലാസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, സബ്ബൊക്കെ ചെയ്യുക, അതുപോലെ ഹൈപ്പും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.